7ാം ക്ലാസ്സിലെ തജ്വീദ് പരീക്ഷയുടെ ചോദ്യപേപ്പറാണിത്. അതിലെ ഓരോ ചോദ്യങ്ങൾക്കും ഉത്തരങ്ങൾ വിശദീകരിച്ച് പറയാം. എല്ലാവരും ശ്രദ്ധിക്കുക. ഒന്ന് യോജിപ്പിക്കാം. ഒന്നാമത്തെ ചോദ്യം, ഒരു അക്ഷരത്തിൽ തന്നെ ഒന്നിലധികമുണ്ട്. ഇത് മഖ്റജ് സിഫത്തുകളാണല്ലേ, ഒരു അക്ഷരത്തിൽ ഒന്നിലധികമുള്ളത്. രണ്ടാമത്തെ ചോദ്യം, ഖുർആൻ പാരായണത്തിൽ സംഭവിക്കുന്ന പിഴവിന് എന്താ പറയുക? ലഹ്ന് ഇദ്ഗാം എന്ന് പറയും. ലഹ്ന് എന്നാണ് പറയുക. ഇസ്ലാമിലെ ഒന്നാമത്തെ ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. കൂഫയിലെ ഷെയ്ഖുൽ ഖുറ എന്ന് പേര് അറിയപ്പെടുന്ന പണ്ഡിതനായ ഇമാം ആസിം റളിയല്ലാഹു അൻഹു. അഞ്ചാമത്തത്, ഖുർആൻ ഓരോ ആയത്തും ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് കേട്ടു. ആര്? സഹാബികൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ജിബ്രീൽ അലൈഹിസ്സലാം എന്നും ഓരോ ആയത്തും കേട്ടു പഠിച്ചത്. രണ്ടാമത്തത്, കള്ളുകളിൽ അൽ ഖുറാഉൽ അശറയിൽ പെട്ടവരുടെ പേരുകൾ എഴുതാമെന്ന്. ഒന്ന് ഇമാം നാഫിഉൽ മദനി റളിയല്ലാഹു അൻഹു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇമാം ആസിമുൽ കൂഫി റളിയല്ലാഹു അൻഹു കൊടുത്തിട്ടുണ്ട്. ഇമാം അൽ കിസായിൽ കൂഫി റളിയല്ലാഹു അൻഹു കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള 4 ആളുകളുടെ പേരും കൂടി എഴുതിയാൽ മതി. ടോട്ടൽ 10 ആളുകളാണ് പാഠത്തിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആരൊക്കെയുണ്ട്? ഇമാം അബ്ദുല്ലാഹിബ്നുൽ കസീർ മക്കി ഉണ്ട്, ഇമാം അബൂ അംറിൽ ബസരി റളിയല്ലാഹു അൻഹു, ഇമാം അബ്ദുല്ലാഹിബ്നു ആമിർ ഷാമി റളിയല്ലാഹു അൻഹു, ഇമാം ഹംസത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു, ഇമാം അബൂ ജഅഫർ അൽ മദനി റളിയല്ലാഹു അൻഹു, ഇമാം യഅഖൂബുൽ ഹളറമി റളിയല്ലാഹു അൻഹു, ഇമാം ഖലഫുൽ കൂഫി റളിയല്ലാഹു അൻഹു. ഇങ്ങനെയാണ് 10 ആളുകൾ. ഈ മൂന്നാമത് വ്യക്തമാക്കാം എന്ന. ഒന്നാമത്തെ ചോദ്യം എന്താണ്? അൽ ലഹ്നുൽ ഖഫി അൽ ലഹ്നുൽ ജലി എന്നാൽ എന്ത്? ലഹ്നുൽ ജലി എന്നാൽ ഖുർആൻ്റെ ആശയവും വാക്യഘടനയും മാറിപ്പോകുന്ന രൂപത്തിൽ പാരായണത്തിൽ വരുന്ന പിഴവുകൾക്കാണ് അൽ ലഹ്നുൽ ജലി എന്ന് പറയുന്നത്. ലഹ്നുൽ ഖഫി എന്ന് പറഞ്ഞാൽ അക്ഷരങ്ങളുടെ സിഫത്തിലോ ഉന്നത്ത് മദ് ഫർഈ പോലെയുള്ള തജ്വീദ് നിയമങ്ങളിലോ വരുന്ന പിഴവാണ് ലഹ്നുൽ ഖഫി എന്ന് പറഞ്ഞാൽ. നാലാമത്തെ, ഉത്തരം എഴുതാമെന്ന്. ഇതിൽ 5 ചോദ്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. ഒന്നാമത്, സിഫത്ത് എന്നാൽ എന്ത്? സിഫത്ത് എന്നാൽ അക്ഷരങ്ങളെ വേർതിരിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ശബ്ദവ്യത്യാസങ്ങൾക്ക് പറയുന്ന പേരാണ് സിഫത്ത് എന്ന് പറഞ്ഞാൽ. രണ്ടാമത്, ഇമാം ആസിം റളിയല്ലാഹു അൻഹു ഖുർആൻ പഠിച്ചത് ആരിൽ നിന്നാണ്? ഇമാം ആസിം റളിയല്ലാഹു അൻഹു ഖുർആൻ പഠിച്ചത് ആരിൽ നിന്നാണ്? അദ്ദേഹം പഠിച്ചത് അബൂ അബ്ദുറഹ്മാൻ ഹബീബ് സ്വലമി റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ് ഇമാം ആസിം റളിയല്ലാഹു അൻഹു ഖുർആൻ പഠിച്ചത്. മൂന്നാമത്തെ ചോദ്യം, ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ വളരെ പ്രധാനമാണ് എന്ത്? മൂന്നാമത്തെ പാഠത്തിലുള്ള ഒരു ചോദ്യമാണത്. എന്തായാലും ഉത്തരം, ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ തെറ്റുകൾ സംഭവിക്കാതിരിക്കുക എന്നത് വളരെ പ്രധാനമാണ്. നാലാമത്തെ ചോദ്യം, നമ്മുടെ ഖുർആൻ പാരായണം മനോഹരമാകുന്നത് എപ്പോഴാണ് എന്ന്. ഈ ചോദ്യം ഉള്ളത് 4ാമത്തെ പാഠത്തിൽ നിന്നാണ് ഈ ചോദ്യം ചോദിച്ചിട്ടുള്ളത്. സിഫത്തുകൾ കൂടി പാലിക്കുമ്പോഴാണ് നമ്മുടെ ഖുർആൻ പാരായണം മനോഹരമാകുന്നത്. 5ാമത്തെ ചോദ്യം, ഇന്ന് ലോകത്ത് പ്രചാരത്തിലുള്ള മുസ്ഹഫുകൾ ഏതാണ്? അതെ, ഇന്ന് ലോകത്ത് പ്രചാരത്തിലുള്ള മുസ്ഹഫുൽ ഉസ്മാനി, ഈ മുസ്ഹഫാണ് ഇന്ന് ലോകത്ത് പ്രചാരണത്തിലുള്ള മുസ്ഹഫ്. 1ാമത്തെ പാഠത്തിൽ നിന്നാണ് ഈ 5ാമത്തെ ചോദ്യം ഉണ്ടായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ മുസ്ഹഫ് ഉസ്മാനിയുടെ മാതൃകയിലാണ് തയ്യാറാക്കപ്പെട്ട മുസ്ഹഫാണ് ലോകത്ത് ഇത് പ്രചാരണത്തിലുള്ള മുസ്ഹഫ്. പൂരിപ്പിക്കാവുന്ന 2 ചോദ്യങ്ങളാണ് അതിലുള്ളത്. നിസ്കാരത്തിൽ നാം ചൊല്ലുന്ന ഡാഷ് റുക്കുനുകളിൽ ഡാഷ് സംഭവിച്ചാൽ ഡാഷ് ബാത്തിലാകും. 3ാമത്തെ പാഠത്തിൽ നിന്നാണ് ഇതുള്ളത്. അപ്പോൾ അതിൻ്റെ ഉത്തരം എന്താ? നിസ്കാരത്തിൽ നാം ചൊല്ലുന്ന ഖൗലിയായ റുക്കുനുകളിൽ അൽ ലഹ്നുൽ ജലി സംഭവിച്ചാൽ നിസ്കാരം ബാത്തിലാകും. 2ാമത്തത്, ഖിറാഅത്തിൻ്റെ ഡാഷ് നിന്ന് ഡാഷ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിന് ഡാഷ് ഖുർആൻ പാരായണം ചെയ്യൽ അനുവദനീയമല്ല. ഇതും 3ാമത്തെ പാഠത്തിൽ നിന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ ഉത്തരം എന്താ? ഖിറാഅത്തിൻ്റെ ഇമാമുമാരിൽ നിന്ന് മുതവാത്തിറായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിന് വിരുദ്ധമായി ഖുർആൻ പാരായണം ചെയ്യൽ അനുവദനീയമല്ല. ഇതാണ് അതിൻ്റെ ഉത്തരം. 4ാമത്തെ, അക്ഷരത്തിൻ്റെ സിഫത്തുകളിൽ 4 എഴുതാം. 4ാമത്തെ പാഠത്തിലാണ് ഇതിൻ്റെ ഉത്തരമുള്ളത്. നമ്മൾ 9 സിഫത്തുകൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് 4 എഴുതിയാൽ മതി. ഹംസ്, ഷിദ്ദത്ത്, രഹ്വ്, അൽ ഇസ്തിഅലാ, അൽ ഇസ്തിഫാൽ, അൽ ഇത്ബാഖ്, അൽ ഖൽഖല, അസ്സഫീർ, അത്തഖ്രീർ. ഇതാണ് അതിൻ്റെ ഉത്തരങ്ങൾ. ഇതിൽ നിന്ന് എന്തെങ്കിലും എഴുതിയാൽ മതി. അപ്പോൾ ഇനി അടുത്ത പരീക്ഷയ്ക്ക് എല്ലാവരും നന്നായി പഠിക്കുക.